കണ്ണൂരിൽ വീണ്ടും ക്ഷേത്രോത്സവത്തിനിടെ രാഷ്ട്രീയ പ്രചാരണവുമായി CPIM-ഉം RSS-ഉം. കതിരൂർ പുല്യോട് ശ്രീകുറുമ്പ ക്ഷേത്രത്തിലാണ് രാഷ്ട്രീയ ചിഹ്നങ്ങളുമായി ഇരുവിഭാഗങ്ങളുടെയും കലശം വരവ് നടന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, വിവരങ്ങൾ എന്താണ്? അറിജിത്ത്, കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ മുഴപ്പിലങ്ങാട് സമാനമായി ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന കലശം വരവിനിടെ RSS CPM പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. അത് വലിയ സംഘർഷത്തിലേക്ക് ഉൾപ്പെടെ പോയിരുന്നു. അവിടെ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി RSS-ഉം അതോടൊപ്പം തന്നെ CPM-ഉം അവരുടെ ഒരു മത്സരം എന്നോണം കലശം വരവ് സംഘടിപ്പിച്ചു. അങ്ങനെ അതിനിടെ സംഘർഷമുണ്ടായി. അതിന് പിന്നാലെ ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിൽ ഈ രാഷ്ട്രീയ പ്രചരണത്തിന് ക്ഷേത്രങ്ങൾ ഉത്സവങ്ങൾ ഉപയോഗിക്കരുത് എന്ന തരത്തിലുള്ള പൊതു വിമർശനങ്ങളും അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഉയർന്നു വന്നിരുന്നു. ഇന്നലെയാണ് കതിരൂർ പുല്യോട് ശ്രീകുറുമ്പ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി വീണ്ടും ഇരുവിഭാഗങ്ങളും മത്സരിച്ച് ഈ കലശമരവിൻ്റെ ഭാഗമായുള്ള ഒരു മത്സരം, അതായത് പരമാവധി ശക്തി പ്രകടനം എന്ന രീതിയിലൊക്കെയാണ് നടന്നത്. പക്ഷെ മറ്റ് സംഘർഷങ്ങളിലേക്കൊന്നും പോയില്ല. ക്ഷേത്രത്തിൽ ഇരുവിഭാഗങ്ങളും ക്ഷേത്രത്തിനകത്ത് കയറി അവരുടെ രാഷ്ട്രീയ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള കൊടികളും മറ്റുമൊക്കെ വീശുകയും മുദ്രാവാക്യം വിളിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഈ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഒന്നും ഒരു രാഷ്ട്രീയ പ്രചാരണത്തിനും ഉപയോഗിക്കേണ്ടതല്ല. അത് പൂർണ്ണമായും ഭക്തർക്ക് അവരുടെ ഈ ആരാധന നിർവഹിക്കേണ്ട സ്ഥലങ്ങളാണ്. അത്തരം ഇടങ്ങളിലാണ് ഇത്തരം രാഷ്ട്രീയ പ്രചാരണങ്ങളും ശക്തി പ്രകടനങ്ങളൊക്കെ നടക്കുന്നത്. അത് പലപ്പോഴും കണ്ണൂരിൽ സംഘർഷത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഈ കതിരൂർ ഇതേ ക്ഷേത്രത്തിൽ തന്നെ കഴിഞ്ഞ തവണ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മുഴപ്പിലങ്ങാടും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും അതിനെതിരെ പൊതു വിമർശനവും ഉണ്ടായിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഇരുവിഭാഗങ്ങളും ചേരിതിരിഞ്ഞ് വെല്ലുവിളിയും അതോടൊപ്പം തന്നെ പ്രകോപനവും തുടരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ക്ഷേത്രങ്ങളുടെ പരിസരത്ത് എന്തെങ്കിലും ഒരു നല്ല ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ നല്ലൊരു അന്തരീക്ഷം അതൊരുക്കില്ല എന്നുറപ്പാണ്. ശരി, അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.